യിങ്സാങ്, ഞാൻ നിന്നെ ആദ്യമായി കാണുന്നത് നീ ട്രെയിനി ആയിരിക്കുന്ന ടൈമിലാണ്. അന്ന് നമ്മൾ ഒരേ ബസ്സിൽ തന്നെയായിരുന്നു യാത്ര ചെയ്തത്. പിന്നെ ഞാൻ നിന്നെ കാണുന്നത് ഞങ്ങളുടെ പുതിയ മാനേജറായി ജോയിൻ ചെയ്യുന്ന ടൈമിലാണ്, അതും കുറേ നാളുകൾക്ക് ശേഷം. ഞാനപ്പോഴൊക്കെ നിന്നെ ഒരു പഴയ ഫ്രണ്ട് പോലെ ട്രീറ്റ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ നിന്നോടൊപ്പമുള്ള ഓരോ നിമിഷവും വളരെയധികം എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ നമ്മുടെ യുൻഹോ ആലോചിക്കുന്നതാണ്. യുൻഹോ ആണെങ്കിൽ നമ്മുടെ യിങ്സാങ്ങിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഫ്യൂച്ചർ കാണാൻ പറ്റുമോ? ഇത് കേട്ടതും യിങ്സാങ് ഒന്ന് ഷോക്കാവുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഇവർ രണ്ടുപേരും കാറിൽ ഒരുമിച്ചിരിക്കുന്നതാണ്. നമ്മുടെ യുൻഹോ ആണെങ്കിൽ യിങ്സാങ്ങിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. യുൻഹോ ആണെങ്കിൽ അവളുടെ അടുത്തായി പറയുകയാണ്, നീ സൂപ്പർമാനെ പോലെയും ബാറ്റ്മാനെ പോലെയാണല്ലോ. എനിക്ക് പണ്ടൊക്കെ അവരെ കാണണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനെന്തായാലും അവരെ പോലെയല്ല. നിനക്ക് ഹേനയുടെ കാര്യവും സോഹിങ്ങിൻ്റെ കാര്യം നേരത്തെ അറിയാമായിരുന്നു, പക്ഷേ അവിടെ ഹിഡൻ ക്യാമറ ഉള്ള കാര്യം നിനക്കറിയില്ലായിരുന്നു. ഇതിൻ്റെ അർത്ഥം നിനക്ക് ഫ്യൂച്ചറിലെ എല്ലാ കാര്യവും ഒന്നും കാണാൻ പറ്റുന്നില്ല, ചിലത് മാത്രം. ചിലപ്പോൾ നിനക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു സംഭവമോ അല്ലെങ്കിൽ മോശമായ എന്തെങ്കിലും കാര്യങ്ങളോ നിർത്താനും നിനക്ക് കഴിയുന്നില്ല. നിനക്കെന്താ തോന്നുന്ന, അവിടെ ഇപ്പോൾ മോശമായ കാര്യങ്ങളാണല്ലോ നടന്നത്? ഞാനൊന്നാതെ തകർന്നിരിക്കുകയാണ്. നീ എന്നെങ്ങനെ നോക്കുന്നുണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഞാനെന്ത് വലിയൊരു പ്രോബ്ലം സോൾവ് ചെയ്ത പോലെയാണല്ലോ. ഇത് കേട്ട യുൻഹോ ആണെങ്കിൽ, അപ്പോൾ നിനക്കറിയാമായിരുന്നോ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നിൻ്റെ അവസ്ഥ ഇങ്ങനെയായിരിക്കുമെന്ന്? വെയിറ്റ്, ഇനി ഈ കാരണം കൊണ്ടാണോ നീ സോൾ ഗ്രൂപ്പിൻ്റെ മാനേജർ ആവാൻ താല്പര്യപ്പെടാതിരുന്നത്? യിങ്സാങ് ആണെങ്കിൽ, നീ പറഞ്ഞ ശരിയാണ്. എനിക്ക് ഫ്യൂച്ചർ കാണാൻ പറ്റുന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. എൻ്റെ പവേഴ്സ് ഉപയോഗിച്ച് ലോട്ടറി വിൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് നല്ലൊരു ജീവിതം ജീവിക്കാമായിരുന്നു. നീ പറഞ്ഞു വരുന്നത് നിൻ്റെ പവേഴ്സ് നിനക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല, ഇതെല്ലാം ട്രൂ ഹീറോക്കേ പറ്റുള്ളൂ. അതേപോലെ നിനക്കും പറ്റും. അങ്ങനെ എനിക്കൊരു പവേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പിന്നെ എന്തിനാ 100 പ്രോമിസിന് ഇറങ്ങിയത്? എൻ്റെ പവേഴ്സ് ഉപയോഗിച്ച് എനിക്ക് ടോപ്പ് ഐഡോൾ ആവാമായിരുന്നു. ഇത് കേട്ട യുൻഹോ ആണെങ്കിൽ, നീ പറഞ്ഞത് സത്യമാണ്, പക്ഷേ ആർക്കറിയാം നിൻ്റെ ശക്തികൾ നീ കാണിക്കാൻ ആഗ്രഹിക്കാത്തതാണെങ്കിലോ? യിങ്സാങ് ആണെങ്കിൽ അവളുടെ ചെറുപ്പകാലം ഓർക്കുകയാണ്. അവളാണെങ്കിൽ ചെറുപ്പത്തിൽ ഈ സൂപ്പർ പവേഴ്സിൻ്റെ ആയിട്ടുള്ള ബുക്കൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് അവളുടെ മുത്തശ്ശി വരുന്നു. ഇത് കണ്ട മുത്തശ്ശിയാണെങ്കിൽ അവളുടെ അടുത്ത് വളരെയധികം ദേഷ്യപ്പെടുന്നുണ്ട്. ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ഈ ബുക്ക് തുറക്കരുതെന്ന്? നിൻ്റെ അച്ഛൻ്റെ ജീവിതമാണ് നീ നശിപ്പിക്കുന്നത്. നമ്മുടെ യിങ്സാങ് ആണെങ്കിൽ മുത്തശ്ശിൻ്റെ അടുത്ത് സോറി പറയുന്നുണ്ട്. അവളാണെങ്കിൽ ഈ മുത്തശ്ശീൻ്റെ അടുത്തായി, എൻ്റെ അടുത്ത് അച്ഛൻ തന്നെയാണ് പറഞ്ഞത് ഈ ബുക്ക് വാങ്ങാൻ, അച്ഛന് ഈ ബുക്ക് കൊണ്ട് എന്തൊരു ആവശ്യമുണ്ടെന്ന്. മുത്തശ്ശിയാണെങ്കിൽ യിങ്സാങ്ങിൻ്റെ അടുത്തിരുന്ന്, നിൻ്റെ പവേഴ്സുള്ള കാര്യം ആരെങ്കിലും അറിയണമെങ്കിൽ ചിലപ്പോൾ നിനക്കതൊരു ശാപമായേക്കാം. അതുകൊണ്ട് ചിലപ്പോൾ നിനക്ക് ഫ്യൂച്ചറിൽ മാറ്റങ്ങൾ വരുത്താനും സാധിക്കില്ല. ഈ ടൈമിൽ മുത്തശ്ശിയാണെങ്കിൽ അവളുടെ അടുത്തുനിന്ന് ഒരു പ്രോമിസ് എടുക്കുന്നുണ്ട്, നീ വലുതാകുന്നവരെ ഞാൻ പറയുന്നത് മാത്രമേ നീ അനുസരിക്കാവൂ. അവളാണെങ്കിൽ അതിന് സമ്മതിക്കുന്നുമുണ്ട്. യിങ്സാങ് ആണെങ്കിൽ ഇതൊക്കെ ആലോചിച്ചിട്ട് ടെൻഷൻ ആവുന്നുണ്ട്. അവളാണെങ്കിൽ മനഃപൂർവ്വം തന്നെ യിങ്സാങ് കാറ് വേറൊരു വഴിയിലേക്ക് ടേൺ ചെയ്യുന്നു. യുൻഹോൻ്റെ അടുത്തായി അവൾ പറയാണ്, അയ്യോ സോറി, ഞാൻ അറിയാതെ വേറെ റൂട്ടിലേക്കാണ് കാറ് തിരിച്ചത്. അഥവാ ഞാൻ ഫ്യൂച്ചർ കണ്ടിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു. പിന്നെ കാണിക്കുന്നത് ഓഫീസ് സീനാണ്. അവിടെ ആണെങ്കിൽ എല്ലാവരും ഉണ്ട്. എല്ലാവരും ആണെങ്കിൽ നമ്മുടെ എൽജയുടെ ന്യൂ സോങ് കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അതെല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു. എല്ലാവരും ആണെങ്കിൽ എൽജനെ പറ്റി നല്ലത് പറയുന്നു. അങ്ങനെ നമ്മുടെ സോഹിങ്ങിൻ്റെ സോങ്ങും പ്ലേ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിലും ഡയറക്ടർ കാങ് അത് പകുതിക്ക് നിർത്തിക്കുകയാണ്. ഡയറക്ടർ കാങ് ആണെങ്കിൽ, ഞാൻ ഈ സോങ് അവിടെ കേട്ട പോലെ തോന്നുന്നു. അവിടെ നിന്ന് വെച്ചൊരു സ്റ്റാഫാണെങ്കിൽ, ഇത് കറക്റ്റ് ലിയാം ഗ്രൂപ്പിൻ്റെ ഡെബ്യൂ സോങ് പോലെ തോന്നുന്നു. സ്റ്റാഫാണെങ്കിൽ ആ ഒരു സോങ് പ്ലേ ചെയ്യുന്നുണ്ട്. ഇത് കേട്ട മിസ്സിസ് കാങ് ആണെങ്കിൽ, ഇതെന്താ സോഹിങ്, എനിക്ക് ഇതിനെപ്പറ്റിയൊന്നും അറിഞ്ഞൂടാ. ഡയറക്ടർ കാങ് ആണെങ്കിൽ, നീ ഇനി ഈ സോങ് ആരെങ്കിലും മുന്നിൽ വെച്ച് പ്ലേ ചെയ്തിട്ടുണ്ടോ? സോഹിങ് ആണെങ്കിൽ ഇല്ല എന്ന് പറയുകയാണ്. ആ സ്റ്റാഫാണെങ്കിൽ സോഹിങ്ങിൻ്റെ അടുത്തായി, നീ ഈ സോങ് കേട്ടിട്ടുണ്ടോ? ഡയറക്ടർ കാങ് ആണെങ്കിൽ, ഒരു കാര്യം ചെയ്യ്, ഈ സോങ് ആരെ എഴുതി എന്നുള്ളത് കണ്ടുപിടിക്കുക. അവിടെ ഇരുന്ന് വെച്ചൊരു സ്റ്റാഫാണെങ്കിൽ, അപ്പോൾ നമ്മൾ ടൈറ്റിൽ എന്ത് ചെയ്യും? അതുമല്ലാതെ ഡാൻസ് പ്രാക്ടീസ് ഉണ്ടല്ലോ, എത്രയും പെട്ടെന്ന് നമുക്കൊരു കോൺസെപ്റ്റ് കണ്ടുപിടിച്ചേ പറ്റൂ. ഡയറക്ടർ കാങ് ആണെങ്കിൽ, ഇപ്പോൾ തൽക്കാലത്തേക്ക് കെവിൻ്റെ സോങ് ടൈറ്റിലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞതും എല്ലാവരും പോകുന്നതും നമ്മുടെ യിങ്സാങ്ങിനെയും അതേപോലെ കിമ്മിനെയും പിന്നെ ആ വണ്ണുള്ളൊരു സ്റ്റാഫില്ലേ അങ്ങനെയും നിർത്തുകയാണ്. ഡയറക്ടർ കാങ് ആണെങ്കിൽ 3 പേരെയും ഒരു സ്ഥലത്ത് വിളിച്ചിരുത്തിയിട്ട് ആ വൈറലായിട്ടുള്ള ഒരു വീഡിയോയില്ലേ യിങ്സാങ്ങിൻ്റെ, അത് മിസ്റ്റർ കിമ്മിനെ കാണിക്കുകയാണ്. എന്നിട്ട് ഇതെന്താണെന്ന് ചോദിക്കുന്നുണ്ട്. മിസ്റ്റർ കിം ആണെങ്കിൽ, ഇതെല്ലാം എൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു എന്ന് പറഞ്ഞ് മിസ്സിസ് കാങ്ങിൻ്റെ അടുത്ത് സോറി പറയുന്നു. മിസ്റ്റർ കിമ്മ മാത്രമല്ല യിങ്സാങ്ങും അതേപോലെ ആ സ്റ്റാഫും സോറി പറയുന്നുണ്ട്. മിസ്സിസ് കാങ് ആണെങ്കിൽ മിസ്റ്റർ കിമ്മിൻ്റെ അടുത്തായി, നാളെ നടക്കുന്ന മിസ്റ്റർ ബാങ്കിനായിട്ടുള്ള മീറ്റിങ്ങിൽ എന്തായാലും സോഹിങ്ങിനെ പറ്റിയൊന്ന് സംസാരിച്ചേക്ക് എന്നും പറഞ്ഞ് ആ ഒരു സ്റ്റാഫിനെയും മിസ്റ്റർ കിമ്മിനെ അവിടെ നിന്ന് വിടുന്നു. അവരവിടെ നിന്ന് പോയത് നമ്മുടെ മിസ്സിസ് ഗാങ് ആണെങ്കിൽ യിങ്സാങ്ങിൻ്റെ അടുത്തിരുന്നിട്ട് ആ വീഡിയോ കണ്ടിട്ട്, നീ അവരെ തടയുന്ന പോലെ തോന്നുന്നില്ല,
പകരം നിൻ്റെ ഇമോഷൻസിനെ നീ പുറത്ത് കാണിക്കുന്ന പോലെ തോന്നുന്നു. ഇത് കണ്ടിട്ട് ചിലവർ പറയുന്നു നിനക്ക് സോങ്ങിൻ്റെ മേലെ ഫീലിങ്സ് ഉണ്ടെന്ന്. എന്തേ ഇനി ശരിക്കും നിനക്ക് അങ്ങനെ വല്ല ഫീലിങ്സ് എല്ലാം ഉണ്ടോ? യുങ്സാങ് ആണെങ്കിൽ അങ്ങനെയൊന്നുമില്ല, നിനക്ക് അങ്ങനെയൊന്നുമില്ല എന്ന് പറയാം. പക്ഷേ ഞങ്ങളെപ്പോലെ ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ അങ്ങനെയാണെന്നേ തോന്നുള്ളൂ. യുങ്സാങ് ആണെങ്കിൽ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കുകയാണ്. നിങ്ങൾ ശരിക്കും ആ വീഡിയോ നോക്കണമെങ്കിൽ ഞാൻ എൻ്റെ ജോലിയാണ് ചെയ്യുന്നത്. ഞാൻ അവരെ ജസ്റ്റ് തടഞ്ഞെന്നേ ഉള്ളൂ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗ്രൂപ്പ്സിനെയാണ്. സോൾ ഗ്രൂപ്പ് ആണെങ്കിൽ അങ്ങനെ ഇപ്പോൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുകയാണ്. അങ്ങനെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നതും നമ്മുടെ സോഹിങ് ആണെങ്കിൽ നേരെ മൊബൈലിൽ എന്തൊക്കെ നോക്കുകയാണ്. പെട്ടെന്ന് അവിടേക്ക് നമ്മുടെ ടിയോ വന്ന് ഇന്നലത്തെ ആ വീഡിയോയുടെ കാര്യം പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. നീ ഇനി ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യണമെങ്കിൽ ആൾക്കാർ നിന്നെപ്പറ്റി എന്തെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കും ആണെങ്കിൽ അതും പറഞ്ഞ് ഡാൻസ് പ്രാക്ടീസ് ചെയ്തത് നമ്മുടെ ഐറീബ്. അതായിരിക്കുമല്ലേ നിന്നെ ഹെയർലി തേച്ചിട്ട് പോയത്. ഇത് കേട്ട ടിയോക്ക് ആണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇത് കേട്ട ടിയോ ആണെങ്കിൽ നീ ഉദ്ദേശിച്ചത് എന്താ? ഐറീബ് ആണെങ്കിൽ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോകുന്നു. പിന്നാലെ നമ്മുടെ ടിയോയും പോകുന്നുണ്ട് ദേഷ്യപ്പെട്ട്. അവർ പോയതും നമ്മുടെ സോഹിങ് ആണെങ്കിൽ യുൻവോൻ്റെ അടുത്ത് ഞാൻ ചെയ്തത് വല്ല തെറ്റുണ്ടോ? എനിക്ക് തോന്നുന്നു നീ എന്തോ ലൈൻ ക്രോസ് ചെയ്തിരുന്നു. സോഹിങ് ആണെങ്കിൽ നീ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഉദ്ദേശിച്ചത് നീ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് അവിടെ നിൻ്റെ പെരുമാറ്റം. നീ ഇപ്പോൾ ഡാൻസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നീ ഇപ്പോൾ വേറെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ നീ തെറ്റെന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്കും കൂടി ബാധിക്കുമെന്ന് നീ ഒന്ന് ഓർക്കണമായിരുന്നു. അതും പറഞ്ഞു യുൻവോ അവിടെ നിന്ന് പോകുന്നു. പിന്നെ കാണിക്കുന്നത് യുങ്സാങ്ങിനാണ്. യുങ്സാങ് ആണെങ്കിൽ ലിഫ്റ്റിൽ നിന്ന് ആ വീഡിയോയുടെ കാര്യം ആലോചിക്കുകയാണ്. ഞാൻ നല്ല കാര്യം ചെയ്യണമെന്ന് ആരും കാണാത്തത്. അവൾ അതും പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയ യുങ്സാങ് ആണെങ്കിൽ പെട്ടെന്ന് സോഹിങ്ങിനെ കാണുകയാണ്. സോഹിങ് ആണെങ്കിൽ അവളെ തന്നെ വീട്ടിൽ ചെയ്ത് അവിടെ നിൽക്കുകയായിരുന്നു. സോഹിങ് അവളുടെ അടുത്ത് വന്നിട്ട് നീ എന്നെപ്പറ്റി വിചാരിക്കുന്നതല്ല തെറ്റാണ്. യുങ്സാങ് ആണെങ്കിൽ ഞാൻ തെറ്റിദ്ധരിച്ചിട്ടൊന്നുമില്ല, എനിക്ക് തോന്നുന്നില്ല നീ ആ സോങ് എന്തായാലും കോപ്പി ചെയ്യുമെന്ന്. അതും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോയതും നമ്മുടെ സോഹിങ് അവളെ പിടിച്ചെടുത്തിട്ട് ഞാൻ സോങ്ങിൻ്റെ കാര്യമല്ല പറഞ്ഞത്, ഞാൻ ഇന്നലെ ഹേനനെ കിസ് ചെയ്യുകയല്ലായിരുന്നു. അല്ല ഇതെല്ലാം നീ എൻ്റെ അടുത്ത് എന്തിനാ പറയണ? നീയല്ല എൻ്റെ അടുത്ത് പറഞ്ഞ ഞാൻ ഹേനയെ പ്രേമിക്കുകയാണെങ്കിൽ നീ എന്തായാലും പ്രശ്നത്തിൽ പെടുമെന്ന്. നീ ഒരു പ്രശ്നത്തിലും പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. യുങ്സാങ് ആണെങ്കിൽ ഇതേ നോക്കിയേ, ഇന്നലെ നിങ്ങൾ രണ്ടുപേരെയും ഞാൻ ആ ഒരു സീനിൽ തടഞ്ഞതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ എന്നെ കളിയാക്കുകയാണ്. അഥവാ ഞാൻ ഇപ്പോൾ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങളെ റിപ്പോർട്ടേഴ്സ് പിടിച്ചാണ്. എല്ലാവരും കൂടി അതറിഞ്ഞ് എന്നെ ചിലപ്പോൾ ഏറിക്കയറ്റിയാണ്. എനിക്കതൊന്നും ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല. അപ്പോൾ നിനക്കിതൊരു ട്രബിളായിരുന്നോ? ഇനി നിങ്ങൾ രണ്ടും കൂടി എന്നെ എന്തെങ്കിലും പ്രശ്നത്തിൽ കൊടുക്കാനുള്ള പ്ലാനാണോ? ഞാൻ നിൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞല്ലേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയണമെന്ന്. അതിപ്പോൾ നിൻ്റെ ഫീലിങ്സ് ആണെങ്കിൽ പോലും എന്നാലല്ലേ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ എനിക്കത് തടയാൻ പറ്റുള്ളൂ. സോഹിങ് ആണെങ്കിൽ അപ്പോൾ നീ പറഞ്ഞത് എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നിൻ്റെ അടുത്ത് പറയണമെന്നാണ്? അതെ, കാരണം ഞാൻ നിൻ്റെ മാനേജറാണ്. ഇവിടെ നമുക്ക് കാണാം സോഹിങ് സാഡായിട്ട് നിൽക്കുന്നത്. ഇത് കണ്ട നമ്മുടെ യുങ്സാങ് ആണെങ്കിൽ നീ എന്തിനാ സാഡാവുന്നത്? ഇനി നീ ശരിക്കും ഹേനനെ പ്രേമിക്കുന്നുണ്ടോ? സോഹിങ് ആണെങ്കിൽ യുങ്സാങ്ങിൻ്റെ അടുത്തായി ഞാൻ നിൻ്റെ അടുത്തൊന്നും പറയില്ല. ഞാൻ ലൈക്ക് ചെയ്യുന്ന ആൾക്കാരെ നീ എൻ്റെ അടുത്ത് നിന്നും പിരിയിക്കാനാണ് നോക്കുന്നത്. അതും പറഞ്ഞ് നമ്മുടെ സോഹിങ് അവിടെ നിന്ന് പോകുന്നു. യുങ്സാങ് ആണെങ്കിൽ അവൻ പോകണം നോക്കിയിട്ട് നിനക്ക് ഡേറ്റിങ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ എനിക്കറിയാം നിൻ്റെ ഡാൻസ് ഇതുവരെ ഇമ്പ്രൂവ് ആയിട്ടില്ല എന്ന്. ഇത് കേട്ടത് നമ്മുടെ സോഹിങ് തിരിച്ചു വരികയാണ്. നമ്മുടെ സോഹിങ് തിരിച്ചു വരുന്നുണ്ടതോ നമ്മുടെ യുങ്സാങ് ഒന്ന് പേടിക്കുന്നുണ്ട്. അവളാണെങ്കിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നിൻ്റെ ഡാൻസ് ഇച്ചിരി കൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്നാ. സോഹിങ് ആണെങ്കിൽ അവളെ മൈൻഡാക്കാതെ ലിഫ്റ്റിൻ്റെ അകത്തേക്ക് കയറുന്നു. നമ്മുടെ യുങ്സാങ് ആണെങ്കിൽ അവൻ്റെ പിന്നാലെ പോയിട്ട് അപ്പോൾ നീ പറഞ്ഞത് നിനക്ക് ഹേനനെ ഇഷ്ടമാണെന്നാണല്ലേ? അവളാണെങ്കിൽ നിനക്കിപ്പോൾ ഹേനനെ ഇഷ്ടമാണെങ്കിൽ ആ കാര്യം എൻ്റെ അടുത്ത് പറയണമായിരുന്നു. പക്ഷേ ഇതൊന്നും കേൾക്കാതെ നമ്മുടെ സോഹിങ് ആണെങ്കിൽ അവിടെ നിന്ന് പോകുന്നു. ഇതിൻ്റെ അർത്ഥം അവൻ ആരോ സ്നേഹിക്കുന്നുണ്ടെന്നല്ലേ? ലിഫ്റ്റിൻ്റെ അകത്ത് നിൽക്കുന്ന നമ്മുടെ സോഹിങ്ങിൻ്റെ അടുത്തായി കെവിനുണ്ട്. നമ്മുടെ സോഹിങ് ആണെങ്കിൽ സാഡായി നിൽക്കുകയാണ്. കെവിനാണെങ്കിൽ നമ്മുടെ സോഹിങ്ങിൻ്റെ തോളിൽ തട്ടിയിട്ട് നീ സാഡാവല്ലേ എന്ന് പറയുകയാണ്. സീൻ ചേഞ്ചായ പിന്നെ കാണിക്കുന്നത് നമ്മുടെ എൽജേനാണ്. എൽജേനാണെങ്കിൽ ഇപ്പോൾ ഉള്ളത് ഒരു പാർലറിലാണ്. അവിടേക്കാണെങ്കിൽ ഹെയർലി വരുന്നത്. ഹെയർലി ആണെങ്കിൽ കെവിൻ്റെ അടുത്തായി ചോദിക്കുന്നുണ്ട്, എൽജേൻ്റെ അടുത്തായി ചോദിക്കുന്നുണ്ട്, സോൾ ടീം കെവിൻ്റെ സോങ്ങിലാണോ പെർഫോമൻസ് ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നു അവരിപ്പോൾ സോങ്ങിൽ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നുള്ളൂ. അവരെന്തായാലും കെവിൻ്റെ സോങ് ചൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കെവിൻ്റെ സോങ് ചൂസ് ചെയ്യണം. ഹെയർലി ആണെങ്കിൽ അവരിതുവരെ നമ്മളുടെ സോങ് ചൂസ് ചെയ്തിട്ടില്ലല്ലോ. നീ അതോർത്ത് പേടിക്കേണ്ട. കെവിൻ നമുക്ക് എന്തായാലും ഒരു ഡീസൻ്റ് ആയിട്ടുള്ള സോങ് തന്നിട്ടുണ്ട്. ഇത് കേട്ട യുൻബിനാണെങ്കിൽ ഒന്ന് ഷോക്കായിട്ട് അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എൽജയുടെയും ഹെയർലിയുടെ അടുത്തായി നമ്മുടെ യുൻബിനാണെങ്കിൽ നിങ്ങൾക്ക് കെവിൻ സോങ് റൈറ്റ് ചെയ്ത് തന്നത് മത്സരത്തിന് വേണ്ടിയായിരുന്നോ? യുൻബിനാണെങ്കിൽ ഹെയർലീനെ നോക്കിയിട്ട് എൽജൻ്റെ അടുത്തായി പറയുകയാണ്, നിങ്ങളുടെ സോങ് അടിപൊളിയാണെന്ന് എനിക്കറിയാം. എൽജ ആണെങ്കിൽ അവളുടെ അടുത്തായി ചോദിക്കുകയാണ്, നീ എപ്പോഴും ഈ ഷോപ്പിൽ വരാറുണ്ടോ അല്ലെങ്കിൽ ഇന്ന് മനഃപൂർവ്വം ഈ ഷോപ്പിൽ വന്നതാണോ?
യുൻബിനാണെങ്കിൽ ഹേർലിനെ നോക്കിയിട്ട് നീ ആദ്യം എനിക്ക് ആൻസർ താ, നിനക്കും കെവിൻ സോങ് തന്നിട്ടുണ്ടോ? ആ, കെവിൻ എനിക്ക് സോങ് തന്നിട്ടുണ്ട്, അതിനിപ്പോൾ എന്താ? ഓ, എത്ര നാണം കെട്ട കാര്യമാണ്. ഇതെല്ലാം തെറ്റാണ്, നിങ്ങൾ ചെയ്യുന്നത് ചീറ്റിംഗ് ആണ്. ഹെർലി ആണെങ്കിൽ യുൻബിൻ്റെ അടുത്ത് പോയി പറയാണ്, നിനക്ക് വേണമെങ്കിൽ കെവിൻ്റെ അടുത്ത് സോങ് ചോദിക്കാം, പക്ഷേ എനിക്ക് തോന്നുന്നു നിനക്ക് ആരും സോങ് തരൂലെന്ന്. കാരണം നീ 3 സെക്കൻഡ്സിനകത്ത് പോലും നിനക്ക് മര്യാദക്ക് പാടാൻ പറ്റില്ല. എനിക്കൊരു തെണ്ടിൻ്റെ സോങ്ങിൻ്റെ ആവശ്യമില്ല, കാരണം ഞാനും ടിയോ ഒരുമിച്ചിരുന്നാണ് സോങ് എഴുതുന്നത്. ഇത് കേട്ട എൽസിയാണെങ്കിൽ അപ്പോൾ നീയും ടിയോ ഒരുമിച്ചിരുന്നാണോ സോങ് എഴുതുന്നത്? അവളാണെങ്കിൽ ദേഷ്യത്തിൽ അതെന്ന് പറയുകയാണ്. പിന്നെ കാണിക്കുന്നത് പാർക്കിംഗ് ഏരിയയിൽ നിൽക്കുന്ന നമ്മുടെ ടിയോനാണ്. ടിയോ ആണെങ്കിൽ യുൻബിനെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. അവനാണെങ്കിൽ അവളുടെ കാറിൽ കയറുന്നുണ്ട്. കാറിൻ്റെ അകത്ത് കയറിയ നമ്മുടെ ടിയോ ആണെങ്കിൽ യുൻബിൻ്റെ അടുത്ത് പറയാണ്, നിന്റെ വിചാരം എന്താ, നീ ബോസാണെന്നാണോ? അല്ലി ഞാൻ നിൻ്റെ വേലക്കാരനാണോ? അല്ല, നീ എന്നെ ട്രീറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. എന്താ വിളിച്ചത്? ഞാനിപ്പോൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യണമായിരുന്നു, നിൻ്റെ കോൾ വന്നതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന. യുൻബിനാണെങ്കിൽ ടിയോൻ്റെ അടുത്ത് മിണ്ടാതിരിക്കാൻ പറയുകയാണ്. അവളാണെങ്കിൽ ഇന്ന് എനിക്ക് വളരെയധികം ഇൻസൾട്ട് ഉണ്ടായി, അതുകൊണ്ട് ഇന്നെൻ്റെ മൂഡ് ശരിയല്ല. അവളാണെങ്കിൽ അവൻ്റെ അടുത്തായി, നീ സോങ് സോയുവല്ലേ എഴുതിയത്? നീ ആ മംഗോളിയൻ ബോയിനെ കൊണ്ടല്ലോ എഴുതിപ്പിച്ചത്. അല്ല, നീ എന്തപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന? അല്ല, കുഴപ്പമില്ല, ഇപ്പം നീ ആ സോങ് എഴുതിയില്ലെങ്കിലും ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും എഴുതിയതാണെങ്കിലും ഇനി ആരെങ്കിലും ചോദിച്ചാൽ നീ എഴുതിയെന്ന് പറഞ്ഞാൽ മതി, കേട്ടല്ലോ. നീ എന്തായി പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഈ സോങ് സോയു എഴുതിയതാ, എന്നെ സോഹിങ് കുറച്ചൊക്കെ ഒന്ന് സഹായിച്ചെന്നുള്ളൂ, പക്ഷേ ഒഫീഷ്യലി ഇതെൻ്റെ സോങ്ങാണ്. യുൻബിനാണെങ്കിൽ അന്ന് ആ ലിറിക്സൊക്കെ ഒന്ന് കാണിച്ചേ. അവനാണെങ്കിൽ മൊബൈൽ എടുത്തിട്ട് ആ ലിറിക്സ് അവൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവളാണെങ്കിൽ അത് വായിച്ചിട്ട്, നീ ഇപ്പോഴും ഹേർലീനെ പറ്റിയാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. നിൻ്റെ അടുത്ത് ഞാൻ എത്ര വട്ടം പറഞ്ഞ്, അവൾ നിന്നെ ഇട്ടുവെച്ചിട്ട് പോയില്ലേ? ആ പിശാശ് പിടിച്ചവൾ ഇറങ്ങണ്ട ഞാനിപ്പോൾ ഇന്ന് ഇങ്ങനെ ആയത്. നീ എന്നെ തെറ്റിദ്ധരിക്കുക, ഞാനിത് നിന്നെപ്പറ്റി ഓർത്തിട്ടാണ് എഴുതിയത്. യുൻബിനാണെങ്കിൽ അവൻ പറയണമെന്ന് കേൾക്കുന്നില്ല. ഇത് നീ തീർച്ചയായിട്ടും ഹെയർലിക്ക് വേണ്ടി തന്നെ എഴുതിയതാ. നിനക്കെന്താ എന്നെ പ്രിറ്റിയായിട്ട് തോന്നുന്നില്ലേ? നീ എന്നെ ശരിക്കും നോക്ക്, എനക്കാണ് നല്ല ഭംഗിയില്ലേ? അവളാണെങ്കിൽ അതും പറഞ്ഞ് നമ്മുടെ ടീയുടെ അടുത്തേക്ക് വരുന്നു. അവനാണെങ്കിൽ നീ എന്തേ കാണിക്കുന്നത്? യുൻബിനാണെങ്കിൽ അതൊന്നും കേൾക്കാതെ അവൻ്റെ അടുത്തേക്ക് ഇച്ചിരി കൂടി ചെല്ലുകയാണ്. പെട്ടെന്ന് നമ്മുടെ മിസ്റ്റർ കിം ഡോറ് തുറന്നതും നമ്മുടെ ടീയ നേരെ പുറത്തേക്ക് പോവുകയാണ്. മിസ്റ്റർ കിം ആണെങ്കിൽ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അവനാണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ യുൻസാങ്ങിനെയും യുൻവോനെയാണ്. അവരാണെങ്കിൽ ഇപ്പോൾ ഒരു വലിയൊരു ഓഡിറ്റോറിയത്തിൽ നിൽക്കുകയാണ്. നമ്മുടെ യുൻവോ ആണെങ്കിൽ അവിടെ നിന്ന് പിയാനോ പ്രാക്ടീസ് ചെയ്യുകയാണ്. അവനാണെങ്കിൽ യുൻസാങ്ങിനെ നോക്കിയിട്ട്, നിനക്ക് വേണ്ടി ഞാൻ ഒരു സോങ് പ്ലേ ചെയ്യട്ടെ? അവനാണെങ്കിൽ പിയാനോ പ്ലേ ചെയ്യുന്നുണ്ട്. ഇത് കണ്ട നമ്മുടെ യുൻസാങ് ആണെങ്കിൽ മനസ്സിൽ, ഇവൻ എത്ര ക്യൂട്ടാ. അങ്ങനെ പിയാനോ പ്ലേ ചെയ്ത് കഴിഞ്ഞതും നമ്മുടെ യുൻവോ യുൻസാങ്ങിൻ്റെ അടുത്ത് ചോദിക്കുക, നിനക്ക് പിയാനോ പ്ലേ ചെയ്യാൻ അറിയോ? നമ്മുടെ യുൻസാങ് ആണെങ്കിൽ എനിക്കൊന്നും അറിയില്ല എന്ന് പറയുകയാണ്. അങ്ങനെ യുൻവോ ആണെങ്കിൽ യുൻസാങ്ങിനെ പിടിച്ച് അടുത്തിരുത്തുന്നു. അങ്ങനെ നമ്മുടെ യുൻവോ ആണെങ്കിൽ യുൻസാങ്ങിൻ്റെ അടുത്തായി പറയുകയാണ്, അന്ന് ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞില്ലേ നമ്മൾ രണ്ടുപേരും ഒരു ഡ്യൂറ്റ് സോങ് ചെയ്യുമെന്ന്, അത് ഇന്ന് എന്തായാലും നടക്കും. യുൻവോ ആണെങ്കിൽ അതും പറഞ്ഞ് നമ്മുടെ യുൻസാങ്ങിനെ പിയാനോ വായിക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരാണെങ്കിൽ അവർ നല്ലോണം ഒരുമിച്ചിരുന്ന് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് രാത്രിയിലത്തെ സീനിലാണ്. നമ്മുടെ യുൻവോ ആണെങ്കിൽ നമ്മുടെ യുൻസാങ്ങിൻ്റെ ഒപ്പം പിയാനോ പ്രാക്ടീസ് ചെയ്യുന്ന ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതാണെങ്കിൽ നമ്മുടെ സോഹ്യുങ്ങും നോക്കുന്നുണ്ട്. നമ്മുടെ സോഹ്യുങ്ങിൻ്റെ അടുത്തായി യുൻവോ പറയാണ്, ഇന്ന് ഞാൻ പിയാനോ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞതും യുൻസാങ് ഞാൻ ഒരു പിയാനോ ഒരുമിച്ച് പ്ലേ ചെയ്യുമായിരുന്നു. സോഹ്യുങ്ങാണെങ്കിൽ ആ സോങ് കേട്ടിട്ട്, ഈ ഒരു സോങ് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, ഈ സോങ് ഞാൻ യുൻസാങ്ങിൻ്റെ ഹെൽപ്പോട് ചെയ്തതാ. ഈ സോങ് നമ്മുടെ ആൽബത്തിന് വേണ്ടിയിട്ടല്ലല്ലോ, പക്ഷേ ഈ സോങ് എനിക്ക് സോൾ ഗ്രൂപ്പിൻ്റെ സ്റ്റൈലിനായിട്ട് ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. ഇത് എൻ്റെ ടൈപ്പിലുള്ള സോങ്ങാണ്, കാരണം ഇതിലുള്ളത് എൻ്റെ ട്രൂ ഫീലിങ്സാണ്. എനിക്ക് ഇന്ന് മനസ്സിലായി, എൻ്റെ ഫീലിങ്സ് പോലെ തന്നെയാണ് യുൻസാങ്ങിൻ്റെയും. മേ ബി ഇനി ഞാൻ യുൻസാങ്ങിൻ്റെ ഒപ്പം ഡ്യൂറ്റ് സോങ് ചെയ്തെങ്കിൽ കൊള്ളാമായിരുന്നു. ഇത് കേട്ടതും നമ്മുടെ സോഹിങ്ങിനാണെങ്കിൽ നല്ല ജലസ് തോന്നുന്നുണ്ട്. നമ്മുടെ സോഹിങ്ങാണെങ്കിൽ യുൻവോൻ്റെ അടുത്തായി, ആദ്യം നീ ഹുക്കൊന്ന് മര്യാദക്ക് നല്ലോണം പാട്, എനിക്കെന്തോ ഈ പാട്ട് ഓൾഡ് ഫാഷനായിട്ട് തോന്നുന്നു. നിനക്ക് ഈ പാട്ട് ഓൾഡ് ഫാഷനായിട്ട് തോന്നിയോ? എന്തായാലും നീ അഡ്വൈസ് പറഞ്ഞതിൽ താങ്ക്സ്, ഞാൻ എത്രയും പെട്ടെന്ന് ഇത് ശരിയാക്കാൻ നോക്കാം. സോഹിങ്ങാണെങ്കിൽ എനിക്ക് തോന്നുന്നു യുൻസാങ് പ്ലേ ചെയ്തതുകൊണ്ടായിരിക്കും ഈ സോങ് ഇച്ചിരി ബോറായത്. അപ്പോൾ എനിക്ക് ഈ സോങ് എത്രയും പെട്ടെന്ന് ശരിയാക്കണം. അവൾക്ക് ഇതിലോടൊന്നും അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ല, പക്ഷേ നീ അവളെ പ്രശ്നത്തിലേക്കാണല്ലോ ഇടുന്നത്. എനിക്ക് തോന്നുന്നു നീ യുൻസാങ്ങിനെ നല്ലോണം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന്. അപ്പോൾ നീ അവളെ കൊണ്ട് എൻ്റർടൈൻമെൻറ്റ് ഷോയിൽ ഷൂട്ട് ചെയ്ത് പ്രശ്നത്തിലാക്കിയതോ? നീ എന്തായി പറഞ്ഞു വരുന്നത്? ഞാൻ പറഞ്ഞു വന്നത്, ഞാനല്ല അവളെ പ്രശ്നത്തിലാക്കുന്നത്, നീയാണ്. ഈ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് നിർത്തുന്നത്.